നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പത്മ, സത്യത്തിൽ താൻ എല്ലാം ക്ഷണിച്ചു വരുത്തിയതാ. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ജഗത് പട്ടേൽ പറഞ്ഞത് തനിക്ക് ഓർമ്മയുണ്ടോ? കഴിച്ച ഭക്ഷണത്തിന്റെ തൃപ്തിയിൽ നമ്മുടെ കമ്പനിയുമായി വീണ്ടും ഒരു അഗ്രിമെന്റ് വെച്ചാലും കുഴപ്പമില്ല എന്ന്. അത്രയ്ക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ഒരു പെൺകുട്ടി സ്വന്തം മരുമകളാണെന്ന് പറയാൻ താൻ എന്തിനാ മടിച്ചത്? നന്ദിനി മരുമകളാണെന്ന് താൻ അപ്പ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോ സൂര്യ നന്ദിനിയെ കൂട്ടിക്കൊണ്ട് വന്നപ്പോ താൻ തന്നെ നാണം കെട്ടില്ലേ? ഇതൊക്കെ സൂര്യ ചെയ്തതാണെന്നാണോ നിങ്ങളുടെ വിശ്വാസം? ഇല്ല, ഇതൊക്കെ അവനെ കൊണ്ട് അവള് ചെയ്യിപ്പിക്കുന്നതാ. എനിക്ക് അങ്ങനെ തോന്നിയില്ല. സൂര്യക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാലും നന്ദിനി അത് എതിർക്കാനാ സാധ്യത. അങ്ങനെ അവളെ എതിർക്കുമെങ്കിൽ എന്തിനാ അവള് കമ്പനിയിലേക്ക് കയറി വന്നു? അവള് ബഹളം വെച്ചില്ലല്ലോ, ബലം പിടിച്ചില്ലല്ലോ. അപ്പോ എല്ലാവർക്കും ഒപ്പം വന്ന് എന്റെ സീറ്റിന്റെ അടുത്തിരുന്ന് ഒപ്പിട്ടു. അവൾക്കറിയാം ചോദ്യങ്ങൾ എന്റെ നേർക്ക് വരുമെന്ന്. സംഭവിച്ചത് എങ്ങനെയോ ആവട്ടെ, അങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോ ജഗത് പട്ടേൽ എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്യുമായിരുന്നു? സഹിക്കുമായിരുന്നു. അങ്ങനെ ഒരു വേലക്കാരുടെ പേരിൽ കിട്ടുന്ന ഒരു ദാനവും എനിക്ക് വേണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. ഈ പറയുന്നതൊക്കെ കള്ളവാ. ജഗത് പട്ടേൽ തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ താൻ വല്ലാതെ വേദനിക്കുമായിരുന്നു. മറ്റുള്ള ബിസിനസ്സുകാരുടെ മുന്നിൽ നാണം കെടുമായിരുന്നു. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എനിക്ക് കേൾക്കണ്ട. സത്യം പറഞ്ഞ എനിക്ക് വന്ന ദേഷ്യത്തിൽ അവളെ കൊല്ല വേണ്ട. സൂര്യ അവളെ താലി കെട്ടി ആ വീട്ടിൽ കൊണ്ടുവന്ന മുതല് ഏതൊക്കെ സിറ്റുവേഷനില് എത്ര തവണ ഞാൻ ഇങ്ങനെ തല കുണിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സൂര്യയുടെ നിർബന്ധം കൊണ്ടായാലും ഇനി ഒരിക്കൽ കൂടി പത്മയെ നാണം കെടുത്താൻ ഇനി അവള് വന്ന കുടുംബ അടക്കം ഞാൻ ഇല്ലായ്മ ചെയ്ത് കളയുന്നു. പത്മ, താൻ എന്തിനെങ്ങനെ വെല്ലുവിളിക്കുന്നത്? മറ്റെല്ലാവരും പറയുന്നു അവിടെ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യമാണ്. അയ്യോ, പറയുന്നവർക്ക് ഭ്രാന്താണ്. കുടുംബത്തിന്റെ ഭാഗ്യമല്ല, കുടുംബത്തിന്റെ നാശം. അങ്ങനെ അല്ലാതെ എനിക്ക് അവളെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. പത്മ, പ്ലീസ്. പിന്നെ നിങ്ങളുടെ ഈ ഇടപാട് അതുണ്ടല്ലോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവളുടെ തല ഉയർന്നു കഴിഞ്ഞ അവിടെ നിന്ന് അങ്ങോട്ട് അവളെ അങ്ങോട്ട് പുകഴ്ത്തി എന്റെ മനസ്സിന്റെ അകത്തേക്ക് ഇടിച്ചു കയറ്റാനുള്ള നിങ്ങളുടെ ശ്രമം. ദേ, പത്മയുടെ ജീവനുള്ളിടത്തോളം കാലം അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. എന്റെ മരണം വരെ അവൾ എനിക്ക് വെറുക്കപ്പെട്ടവള് തന്നെയാണ്. നിങ്ങൾ വരുന്നുണ്ടോ? നന്ദിനി, തനിക്ക് ഇംഗ്ലീഷ് ഒട്ടും മനസ്സിലാവുന്നില്ലേ? നന്ദിനി. എന്താ സർ? താൻ ഏതുവരെ പഠിച്ചു? എന്തിനാ സർ? അല്ല, വെറുതെ അറിയാനാ. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ചേർന്നതാ സർ. മുഴുവനാക്കാൻ പറ്റിയില്ല. അതെന്തു പറ്റി? പഠിക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. മിക്കവാറും വിഷയങ്ങൾക്കൊക്കെ നല്ല മാർക്കും ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഒഴിച്ച്. ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല പേടിയാവും. 10ാം ക്ലാസ്സിൽ ഞാൻ തോൽക്കുന്ന വിചാരിച്ച വിഷയം ഇംഗ്ലീഷാ. പിന്നെ അതെങ്ങനെയോ കടന്നു. എന്നിട്ട് ഒരു കാര്യം ചെയ്താ പെട്ടെന്ന് അങ്ങനെ പിന്മാറുന്ന ആളല്ലല്ലോ താൻ.
പിന്നെ എന്തു പറ്റി പഠിപ്പില്? അത് വീട്ടിലന്ന് ഞങ്ങൾക്കൊരു പശു ഉണ്ടായിരുന്നു സർ. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പശുവായിരുന്നു. ഭംഗിയുടെ മാത്രല്ല, സത്യം പറഞ്ഞ അന്ന് ഞങ്ങളുടെ കുടുംബം നിലനിർത്തിയിരുന്ന തന്നെ അവളാ. അച്ഛന് സുഖമില്ലാണ്ട് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ആകെയുള്ള വരുമാനം ആ പശുവായിരുന്നു. എന്താ പറയാ, ഞങ്ങൾ പിള്ളേർക്ക് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ പോലെ അങ്ങനെയായിരുന്നു അവള്. അവൾക്ക് പ്രസവം എടുത്തപ്പോ ഞങ്ങൾ അവളെ നന്നായിട്ട് നോക്കി. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇടിവെട്ടും മഴയൊക്കെയുള്ള ഒരു രാത്രിയായിരുന്നു. സാറിനത് പറഞ്ഞാൽ മനസ്സിലാവോന്ന് എനിക്കറിയില്ല. ഈ കുട്ടി തലതിരിഞ്ഞു വരാന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ സംഭവിച്ച ഭയങ്കര ബുദ്ധിമുട്ടാ. കുറെ നേരം പാടുപെട്ട് കാത്തിരിക്കേണ്ടി വരും. ഒരു രാത്രി മുഴുവനും അവൾ ആ നിൽപ്പ് നിന്നു, പാതി പുറത്തു വന്ന കുഞ്ഞുമായിട്ട്. അന്ന് ഞങ്ങളുടെ തൊട്ടടുത്തൊന്നും മൃഗഡോക്ടർമാരില്ല. ചെന്ന് വിളിച്ചാ രാവിലെ വരാന്നല്ലേ പറയുള്ളൂ. ചൂട് പിടിച്ചും കാവലിരുന്ന് നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴാ അവൾ പ്രസവിച്ചത്. അമ്മയും കുഞ്ഞിനെയും ജീവനോടെ തിരിച്ചു കിട്ടി. പക്ഷെ അതിനിടയില് എന്റെ 1-2 പരീക്ഷ അങ്ങ് കടന്നുപോയി. പിന്നെ അത് എഴുതിയില്ല. പല കാരണം കൊണ്ടും സ്കൂൾ വിട്ട് പോരുന്നവരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഇല്ലായ്മക്കാരുടെ പ്രശ്നം ഇതൊക്കെയാ സർ. എല്ലാം ഉള്ളവർക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്ന് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കില് എന്റെ പഠിപ്പ് മാത്രല്ല, എന്റെ താഴെയുള്ള കുട്ടികളുടെ ഭക്ഷണം പോലും നിലച്ചു പോയേനെ. അപ്പോ അതില്ലാതെ നോക്കണ്ടേ. പിന്നെ എനിക്ക് തോന്നി എന്റെ പഠിപ്പല്ല, എന്റെ അധ്വാനമാണ് ആ കുടുംബത്തിന് ആവശ്യമെന്ന്. അതല്ലേ ആദ്യം നോക്കേണ്ടത്. അപ്പൊ പിന്നെ പഠിപ്പില്ലാണ്ട് പോയി. സോറി. പോയത് പോയി. നമുക്കിതൊക്കെ രണ്ടാമതൊന്ന് പഠിച്ചെഴുതിയെടുത്താലോ? എന്തിനാ? പത്മ മാഡത്തിനെ തോൽപ്പിക്കാനാണോ? അങ്ങനെ കാണണ്ട, അല്ലാതെയും പഠിക്കാമല്ലോ. ഏയ് വേണ്ട സർ. വഴിയിൽ ഉപേക്ഷിച്ചതൊന്നും ഇനി തിരിച്ചെടുക്കണ്ട. അതൊക്കെ കഴിഞ്ഞ് ഇത്രയും മുന്നോട്ട് പോയി. ഇനി ചാകുന്നവരെ പഠിപ്പും ഇല്ല, ഇംഗ്ലീഷും ഇല്ല. അങ്ങനെ പറയില്ല നന്ദിനി. താൻ വിചാരിച്ച എല്ലാം നടക്കും. തനിക്ക് അതിനുള്ള കാൽവറും ഉണ്ട്. അതെന്താ? ഓ, തനിക്കത് മനസ്സിലാവില്ലല്ലോ അല്ലേ? തനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞതാ. എനിക്കറിയാം സാർ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കളഞ്ഞേക്ക് സർ. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറഞ്ഞിട്ടുള്ളത് അടുക്കളയാ. അടുക്കളയ്ക്ക് വേണ്ടി ജനിച്ചു, അടുക്കളയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. ഏതെങ്കിലും ഒരു അടുക്കള കിടന്നു തന്നെ തീരും.